ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലബാരീസ് ഓഫ് കേരളയുടെ തറവാട്ടടുക്കളയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടാറ് സാധനമാണ്. എന്താണെന്ന് നമുക്ക് കിച്ചണിൽ പോയി നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഹലോ, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഒരു നാടൻ വിഭവമാണ്, ജീരകക്കോഴി. അതിനായിട്ട് ഒരു നാടൻ കോഴി വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ജീരകം, കുരുമുളക്, മല്ലി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങാപ്പാൽ, ഓയില്, പിന്നെ ഒരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു പൗഡർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലെയും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ജീരകം തന്നെയാണ്. ജീരകവും കുരുമുളകും പട്ട, ഗ്രാമ്പു എന്നിവ ചേർത്ത് വറുത്ത് പൊടിച്ചതാണിത്. ഇനി നമുക്ക് ഒരരപ്പുണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ അരച്ചെടുക്കണം. നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ജീരകക്കോഴി തയ്യാറാക്കാം. ട്രഡീഷണലായിട്ടുള്ളൊരു വിഭവമായതുകൊണ്ട് വിറകടുപ്പൊക്കെ കത്തിച്ച് ഇരുമ്പ് ചട്ടിയൊക്കെ വെച്ചൊന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. ചട്ടി ചൂടായി അതിലേക്ക് ഓയിലൊഴിച്ചു. ഇതിനു വേണ്ടിയിട്ട് ഞാൻ തവിടെണ്ണയാണ് ഉപയോഗിച്ചത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവയും കറിവേപ്പിലയും ഇട്ട് മൂപ്പിക്കണം. ഉലുവയും കറിവേപ്പിലയും മൂത്ത് വരുമ്പോൾ അതിലേക്ക് തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. ഇതിൻ്റെ പച്ചമണം മാറും വരെ നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാൽ കുറച്ചൊഴിച്ചു കൊടുക്കുക. അരമുറി തേങ്ങയുടെ കട്ടിയുള്ള പാലാണിത്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ച പൗഡർ ഒരു ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാലും ചേർത്തിളക്കി കുറഞ്ഞ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കാട, മുട്ടക്കോഴി എന്നിവ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലൊരു മണക്ക് വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായി. ആഹാ, തേങ്ങാപ്പാലൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്ര ചേർത്താലും ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. അതിനുശേഷം വറുത്ത് പൊടിച്ച് വെച്ച പൗഡർ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഞാനിതിലേക്ക് അല്പം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഇതിലേക്ക് നെയ്യാണ് ചേർക്കാറുള്ളത്. ഞാനിവിടെ തവിടെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊതിച്ചിവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ജീരകക്കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവാം. അടിപൊളി. ആ വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ സ്മെല്ല്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.